അങ്ങനെ എനിക്ക് അപ്രൂവൽ കിട്ടി ഗൈസ്. ഈ ഒരാളുടെ അടുത്ത് നിന്ന് ഇതേപോലെ ഒരു അപ്രൂവൽ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. എന്ത് ഫുഡ് കൊടുത്താലും വേണ്ട എന്ന് മാത്രം പറയുന്ന ആൾക്കാർ ചില ഐറ്റംസൊക്കെ ഇതുപോലെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് 3-4 പ്രാവശ്യമായിട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നത്. ചോറും കറിയൊക്കെ കഴിച്ച് മടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ എനിക്ക് തക്കാളി ചോറ് ഉണ്ടാക്കി തരുമോ. അപ്പോൾ ഐറ്റം കിട്ടിയല്ലോ എന്താണെന്നുള്ളത് തക്കാളി ചോറാണ് ഇന്നത്തെ ഐറ്റം. അവൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ഇടയ്ക്ക് കൊടുത്തയക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് പേളിമണിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ്. ഇപ്പോൾ എനിക്കിത് ഉണ്ടാക്കി ഏകദേശം അത്യാവശ്യം അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അധികം പണിയില്ല, ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു റെസിപ്പി, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൽ നമ്മൾ മെയിനായിട്ട് വേണ്ടത് കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുക. ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ പാകത്തിന് ഒഴിക്കാവുന്നതാണ്. അതിന് ശേഷം അതിലേക്ക് സ്പൈസസ്, പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, അതുപോലെ പെരിഞ്ജീരകം അതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 4 തക്കാളി ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ചു. പിന്നെ മിക്സി കഴുകിയിട്ട് അതിന് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ്. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അത് നന്നായിട്ട് ചേർത്ത് അത് കുറേ നേരം ഇളക്കി അതിൻ്റെ ഒരു പച്ച മണം, ആ ഒരു സ്മെല്ല് പോയി കഴിഞ്ഞാൽ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയത്താണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ ഈ ഒരു കപ്പിന് ഏകദേശം 2 കപ്പാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കപ്പിന് 4 കപ്പ് വെള്ളം, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. അത് ചൂടുവെള്ളമാണെങ്കിൽ നമുക്ക് ഈ ഒരു കുക്കിംഗ് ടൈം കുറഞ്ഞ് കിട്ടും. അപ്പോഴേ ഈ കറക്റ്റ് ഫ്ലെയിമിന് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളേ. അങ്ങനെ അരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി ഞാനത് അടച്ചു വെച്ചു. അടച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് അടച്ചു വെച്ചിട്ട് ആ ഒരു പ്രഷർ വരാനുള്ള സമയമാവില്ലേ, ആ സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ പോയിട്ട് വേണം നമ്മൾ മൂടി തുറക്കാൻ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ടൊമാറ്റോ റൈസ്? അടിപൊളിയായിട്ടില്ലേ? കാണുന്ന ഈ ലുക്ക് മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ.